സത്യവിശ്വാസികളെ, മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ദുനിയാവിൽ പല സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാകും, പല കൂട്ടുകെട്ടുകളും ഉണ്ടാകും. എന്നാൽ ആ കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിലാവട്ടെ, കർമ്മത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ നമ്മുടെ കൂട്ടുകെട്ടുകൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി എന്നുള്ളത് അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, അവന്റെ ഉറ്റ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അത് സ്വഭാവത്തിലും വിശ്വാസത്തിലും കർമ്മത്തിലും എല്ലാം ആ സുഹൃത്തുവിനെ സ്വാധീനം ചെലുത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും നോക്കട്ടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ ആരുമായിട്ടാണ് അവൻ കൂട്ടുകൂടുന്നത് എന്ന്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെയും നമ്മുടെ കൂട്ടുകെട്ടുകളെയും നാം പരിശോധിക്കണം. എത്രത്തോളം നന്മയാണ് നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തിന്മയിലേക്കാണ് നയിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. കൂട്ടുകാർ, ഉറ്റമിത്രങ്ങൾ നാളെ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരസ്പരം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ളവരൊഴിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിച്ചവരൊഴിച്ചുള്ള എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഓരോരുത്തരും പരസ്പരം പറയും, ഇവനാണ് എന്നെ പിഴപ്പിച്ചത്, ഇവൻ കാരണമാണ് ഞാൻ പിഴച്ചത്, ഇവനാണ് എന്നെ ഇന്ന പാപം പഠിപ്പിച്ചത്, ഇന്ന പാപത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞ് കുഫാറുകൾ, അതുപോലെ തിന്മകളിൽ മുഴുകിയവർ പരസ്പരം കുറ്റപ്പെടുത്തും. തഖ്വയുണ്ടായിരുന്നവർ പരസ്പരം അവിടെയും പരസ്പരം ശഫാഅത്ത് ചെയ്ത് മുഅ്മിനീങ്ങൾ പരസ്പരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരുമിച്ചാകുന്ന അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകെട്ടിനെ വളരെ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾ അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾ പറഞ്ഞ് അവരുടെ ഭക്ഷണങ്ങളും അവരുടെ വെള്ളം അവർ കുടിക്കുന്നതും അവരാസ്വദിക്കുന്നതും അവരുടെ ഇണകളെയും എല്ലാം പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. സ്വർഗത്തിൽ അവർ കുറച്ച് ആളുകൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, പലതും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലി ഖരീൻ. അതിലൊരാൾ പറയും, എനിക്ക് ഒരു പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, ദുനിയാവിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ. അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, നീ പരലോകത്തിലെല്ലാം വിശ്വസിക്കുന്നവനാണോ, നാളെ പരലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണോ? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമ അഇന്നാ ലമദീനൂൻ. നമ്മൾ മരിച്ച് മണ്ണായതിനു ശേഷം, ദ്രവിച്ചു പോയതിനു ശേഷം നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും വിചാരണ ചെയ്ത് പ്രതിഫലം നൽകപ്പെടുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? അവൻ സംശയമുണ്ടാക്കുമായിരുന്നു, അവൻ നിഷേധിക്കുമായിരുന്നു. എന്നിട്ട് ഈ വ്യക്തി, സ്വർഗത്തിലെ വ്യക്തി പറയുകയാണ്, ഖാല ഹൽ അൻതും മുത്തലിഊൻ. മറ്റുള്ള സ്വർഗാവകാശികളോട് പറയും, നിങ്ങൾക്ക് അവനെ കാണണോ, നിങ്ങൾക്ക് അവനെ കാണണമോ? ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. അങ്ങനെ എത്തി നോക്കുമ്പോൾ നരകത്തിന്റെ മധ്യത്തിൽ വെന്തെരിയുന്നവനായിട്ട് ദുനിയാവിലെ ഈ പരിചയക്കാരനെ കാണും. എന്നിട്ട് ഈ വ്യക്തി പറയും, ഖാല തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ. അല്ലാഹു ലതുർദീൻ, അല്ലാഹുവാണ്, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. വലൗലാ നിഅമതു റബ്ബി ലകുൻതു മിനൽ മുഹ്ളരീൻ. ഈ വ്യക്തി പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനിതാ ആ നരകാവകാശിയായി പെട്ടുപോകുമായിരുന്നു. സഹോദരങ്ങളെ, ഒരു പരിചയക്കാരൻ, അവൻ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ശുഭത്തുകളാണത്. പരലോകത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ വിശ്വാസത്തിനെ കുറിച്ച് ഇട്ടുകൊടുക്കുന്ന സംശയങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരുമായിട്ടായിരിക്കണം, പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരുമായിരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് ഇൽമ്, ദീനിനെ കുറിച്ച് ഇൽമ് പറഞ്ഞു തരുന്നവരുമായിട്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി. നബിയെ, നീ നിന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുക. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുന്ന, അല്ലാഹുവിനെ ഓർക്കുന്ന, യുരീദൂന വജ്ഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. വലാ തഅദ് ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ
ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നവരിലേക്ക് നീ നിന്റെ ദൃഷ്ടി പായിക്കരുത്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് അശ്രദ്ധമായ ആളുകളെ നീ അനുസരിക്കരുത്. വത്തബഅ ഹവാ, അവരവരുടെ ഹവയെ പിൻപറ്റുന്നവരുമാണ്. വകാന അംറുഹു ഫുർതാ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായതാണ്. സഹോദരങ്ങളെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്ന ആളുകളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽ ശുഭത്ത് ഉണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന ആളുകളുമായിട്ട് നാം അകന്നു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്ന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അവിശ്വസിക്കുന്ന ആളുകൾ, ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക, ആ സംസാരത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക, അവർ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നവരെ. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമി الظാലിമീൻ, ശൈത്താൻ നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ നിനക്ക് ഓർമ്മ വന്നതിന് ശേഷം നീ അവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്, ദുൽമ ചെയ്യുന്ന ആ കൂട്ടരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. സഹോദരങ്ങളെ, നാം പരിശോധിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ അതാരുമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ, നീ മുഅ്മിനുമായിട്ടല്ലാതെ കൂട്ടുകൂടരുത്, മുഅ്മിനുമായിട്ടല്ലാതെ, യഥാർത്ഥ സത്യവിശ്വാസികളുമായിട്ടല്ലാതെ കൂട്ടുകൂടരുത്. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ, നിന്റെ ഭക്ഷണം തഖ്വയുള്ളവരല്ലാതെ കഴിക്കുകയും ചെയ്യരുത്. ഈ ഭക്ഷണം സുഹബത്തിന്റെ പേരിൽ, സ്നേഹബന്ധത്തിന്റെ പേരിലുള്ള ഭക്ഷണമാണ്, അല്ലാതെ അതിഥികൾക്കോ അയൽവാസികൾക്കോ സാധുക്കൾക്കോ നൽകുന്നതല്ല. അങ്ങനെയുള്ള ഭക്ഷണം തഖ്വയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനല്ലാതെ കഴിക്കുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ശുഭത്തുകൾ ഉണ്ടാക്കുന്ന കൂട്ടുകാരുമായിട്ടാണ് നമുക്ക് ബന്ധമെങ്കിൽ നാളെ പരലോകത്ത് അതിന്റെ പേരിൽ നാം വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, നാളെ ദുൽമ ചെയ്ത് നരകാവകാശിയായി മാറുന്ന ഒരാൾ അവൻ പറഞ്ഞു പോകും, അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലിന്റെ ഒപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, എന്റെ നാശമേ, ഇന്നാലിന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ലഖദ് അദല്ലനി അനിൽ ദിക്ർ ബഅദ ഇദ് ജാഅനി, എനിക്ക് ഹഖ് വന്നതിന് ശേഷം, എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും ആ തൗഹീദും എല്ലാം എത്തിയതിനു ശേഷം ഇവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു, ഇവൻ എന്നെ എന്റെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കണം, അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവരായിരിക്കണം, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ദീനിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവർ, നമ്മുടെ നന്മകളെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിരുന്ന ഒരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ വമിൻ ലൈലത്തിസ്സൂ, അല്ലാഹുവേ, മോശപ്പെട്ട ദിവസത്തിൽ നിന്നും മോശപ്പെട്ട രാത്രിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ സാഅത്തിസ്സൂ, മോശപ്പെട്ട സമയത്തിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ സാഹിബിസ്സൂ, മോശപ്പെട്ട സുഹൃത്തിൽ നിന്ന്, കൂട്ടുകാരനിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വമിൻ ജാരിസ്സൂഇ ഫീ ദാരിൽ മുഖാമ, സ്ഥിരതാമസിക്കുന്ന സ്ഥലത്ത് മോശപ്പെട്ട അയൽവാസിയിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന് ഒരിക്കലും യോജിച്ചതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളത്. മുഅ്മിനീങ്ങളുമായിട്ടാണ് മുഅ്മിനീങ്ങൾ കൂട്ടുകൂടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞു, ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കാഫിറുകളെ കൂട്ടുകാരായിട്ട്, ഉറ്റമിത്രങ്ങളായിട്ട് മുഅ്മിനീങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫലൈസ മിനല്ലാഹി ഫി ഷൈ, അവൻ അല്ലാഹുമായിട്ട് ഒരു ബന്ധവുമില്ല, അവൻ അല്ലാഹുമായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല അൻ തത്തഖു മിൻഹും തുഖാ, കരുതലോടുകൂടി അവരുമായി വർത്തിച്ചെങ്കിലല്ലാതെ, കരുതലോടുകൂടി കുഫാറുകളുമായി വർത്തിച്ചെങ്കിലല്ലാതെ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആല
തന്നെ പറ്റി താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ സ്വന്തത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. വഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ടുകൾ അത് ഏറ്റവും ഉത്തമമായ, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൽ നമ്മെ അകറ്റുന്ന, തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, ശുബ്ഹത്തുകളിലേക്കും ശഹവത്തുകളിലേക്കും നയിക്കുന്ന കൂട്ടുകാർ, അങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിക്കണം, അവരുമായിട്ടുള്ള ബന്ധം നാം ഒഴിവാക്കണം, അവരെ നാം ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ സുഹൃത്തുക്കൾ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരിക്കൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അർറജുലു യുഹിബ്ബുൽ ഖൗമ വലം യബ്ലുഗ അമലഹും, ഒരു വ്യക്തി അവനൊരു കൂട്ടരെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ആ കൂട്ടരുടെ അത്ര സൽക്കർമ്മങ്ങളിൽ അവൻ എത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്താണ് അവന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരുത്തൻ നാളെ പരലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്നവരുടെ ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെടുന്നവരുടെ ഒപ്പമായിരിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാമിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ വാക്കായിരുന്നു അത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് എപ്പോഴെല്ലാം ഉദ്ധരിക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഫഇന്നാ നുഹിബ്ബുക വനുഹിബ്ബു റസൂലക, അല്ലാഹുവേ ഞങ്ങൾ നിന്നെയും നിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്, അവരോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരാളെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തിന്റെ കാരണം കൊണ്ടായിരിക്കണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അവനിൽ ഉള്ളത് കൊണ്ടായിരിക്കണം. അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹു വെറുക്കുന്ന, അല്ലാഹു ശക്തമായി കോപിക്കുന്ന വിശേഷണങ്ങളാണ് ഒരുവനിൽ ഉള്ളത് എങ്കിൽ അവനുമായി നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നബിയെ നീ കണ്ടെത്തുകയില്ല, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെയും നീ കണ്ടെത്തുകയില്ല, യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്ന, ധിക്കരിച്ച് നിൽക്കുന്ന ആളുകളോട് ഉറ്റമിത്രമായിട്ട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളെയും നീ കണ്ടെത്തുകയില്ല. വലൗ കാനു ആബാഹും ഔ അബ്നാഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അത് അവരുടെ മാതാപിതാക്കളാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അവരോടുള്ള അവകാശങ്ങൾ വീട്ടിക്കൊടുക്കും. പക്ഷേ അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരാണെങ്കിൽ കൽബിൽ അതിയായ ഒരു ഹുബ്ബ് അവരോടുണ്ടാവുകയില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിൽ ഈമാൻ, അങ്ങനെയുള്ളവരുടെ കൽബിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകമായിട്ട് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ആത്മീയമായ ശക്തി കൊണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഖാലിദീന ഫീഹാ, അവരവിടെ സ്ഥിരതാമസക്കാരാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ സംഘം, അവരാണ് അള്ളാഹുവിന്റെ സംഘം. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, നിങ്ങൾ അറിയുക, അള്ളാഹുവിന്റെ സംഘമാണ് വിജയികളാവുക, അള്ളാഹുവിന്റെ സംഘം മാത്രമാണ് വിജയിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ഒപ്പം പഠിക്കുന്നവരാകാം, ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ അയൽവാസികളാകാം, അല്ലെങ്കിൽ ഏത് ബന്ധമാണെങ്കിലും നമ്മുടെ കൂട്ടുകെട്ടുകൾ തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന, തിന്മയെക്കുറിച്ച് നമ്മെ അറിയിക്കുന്ന ആളുകളാണെങ്കിൽ അവനിൽ നിന്ന് നാം ഒരു അകൽച്ച പാലിക്കേണ്ടതുണ്ട്. അതേസമയം സ്വാലിഹീങ്ങളുമായി, ഇൽമുള്ളവരുമായിട്ട് ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധം നാം നേടിയെടുക്കുകയും വേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരുത്തന്റെ ദീൻ,
ഒരുത്തന്റെ ദീൻ എന്നുള്ളത് അവന്റെ കൂട്ടുകാരന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിശ്വാസവും കർമ്മവും സ്വഭാവവും എല്ലാം അവനെ അത്രയധികം സ്വാധീനിച്ചിരിക്കും. അതുകൊണ്ട് ഈ വാക്ക് ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള സ്വാലിഹീങ്ങളായ സുഹൃത്തുക്കളെ നാം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അഖിമിസ് സലാം.